ഗ്ലോക്കോമ എന്ന കണ്ണിനെ ബാധിക്കുന്ന രോഗാവസ്ഥയും ഇതിന് ആയുർവേദത്തിലുള്ള ചികിത്സയും ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഗ്ലോക്കോമ കണ്ണിനുള്ളിലെ പ്രഷർ അല്ലെങ്കിൽ മർദ്ദം കൂടി വരുന്ന ഒരു രോഗാവസ്ഥയാണ്. നോർമൽ ടെൻഷൻ ഗ്ലോക്കോമ എന്ന് പറയുന്ന വേറൊരു വിഭാഗവും ഉണ്ട്. പൊതുവെ കണ്ണിലെ പ്രഷർ കൂടി വരുന്ന ഒരു രോഗാവസ്ഥയാണ്. അപ്പോൾ ഈ കണ്ണിനുള്ളിൽ വർദ്ധിച്ചു വരുന്ന മർദ്ദത്തെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഐ ഡ്രോപ്പുകളും മരുന്നുകളുമാണ് മോഡേൺ മെഡിസിനിൽ പൊതുവെ കൊടുക്കാറുള്ളത് ചികിത്സയായിട്ട്. ഇങ്ങനെ ഈ മരുന്നുകൾ ഉപയോഗിച്ച് കണ്ണിന്റെ പ്രഷർ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ആളുകളിൽ പല ആളുകളിലും പലപ്പോഴും കണ്ണിനുള്ളിലെ ഞരമ്പുകളുടെ പ്രവർത്തനക്ഷമത കുറഞ്ഞു വരാറുണ്ട്. ഇങ്ങനെ ഞരമ്പുകളുടെ പ്രവർത്തനക്ഷമത കുറഞ്ഞു വരുന്നത് അവരുടെ കാഴ്ചയെ കാര്യമായ രീതിയിൽ ബാധിക്കാറുണ്ട്. ഇത് പലപ്പോഴും രോഗികൾ തിരിച്ചറിയാറില്ല. കാരണം അവരുടെ വശക്കാഴ്ചകളെയാണ് ഇത് ബാധിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പരിശോധനകളുണ്ട്. പെരിമെട്രി പോലുള്ള പരിശോധനകൾ ചെയ്താലേ നമുക്കത് കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കും. അതല്ലെങ്കിൽ ഒരു 70% മുകളിൽ കാഴ്ചശക്തി, ഈ വശക്കാഴ്ചകൾ നഷ്ടപ്പെട്ടാൽ മാത്രമാണ് രോഗിക്ക് അത് മനസ്സിലാകുക. ഇവിടെയാണ് നമ്മൾ ആയുർവേദത്തിൽ ചെയ്യുന്ന നേത്രക്രിയാ കർമ്മങ്ങൾ, നേത്രധാര അല്ലെങ്കിൽ തർപ്പണം, കണ്ണിൽ നെയ്യ് കെട്ടി നിർത്തുന്ന ചികിത്സ, മൂക്കിലൂടെ മരുന്ന് കൊടുക്കുന്ന നസ്യം പോലുള്ള ചികിത്സകൾ, ശിരോധാര, പഞ്ചകർമ്മ, ഇതുപോലുള്ള ചികിത്സകളിലൂടെ ഈ ഞരമ്പുകളുടെ പ്രവർത്തനക്ഷമത, ഒപ്റ്റിക് നെർവിന്റെ പ്രവർത്തനക്ഷമത കുറഞ്ഞു വരുന്നതിനെ പ്രതിരോധിക്കുന്നതിനും അതിന്റെ ഫലമായിട്ട് ഈ വശക്കാഴ്ചകൾ നഷ്ടപ്പെട്ടു പോകുന്നതിനെ തടയുന്നതിനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇതാണ് ഗ്ലോക്കോമയിൽ ആയുർവേദ ചികിത്സയുടെ പ്രസക്തി. അപ്പോൾ ഗ്ലോക്കോമയെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കാവുന്നതാണ്.